ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പുതിയ ഹൈവേയിൽ വണ്ടി ഓടിക്കുന്ന രീതി ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുമ്പോൾ ആ ഹൈവേയിലേക്ക് കയറിയതിന് ശേഷം കുറച്ച് ടൈം ഈ ഫസ്റ്റ് ട്രാക്കിലൂടെ ഒന്ന് പോവുക. അത് കഴിഞ്ഞാൽ ഈ റോഡ് കട്ടായി പോവും. അവിടെ നിന്നാണ് നമുക്ക് ഒന്നാമത്തെ ട്രാക്കിലേക്ക് കയറേണ്ടത്. ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്കിൽ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്നാമത്തെ ട്രാക്കിൽ കയറുക. ഒന്നാമത്തെ ട്രാക്കിൽ നമ്മൾ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നിന്ന് വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മുടെ സെൻട്രൽ ട്രാക്കിലേക്ക് കയറുക. ഈ സെൻട്രൽ ട്രാക്കിൽ നമുക്ക് ഏകദേശം 100 കിലോമീറ്റർ വരെയൊക്കെ സ്പീഡിൽ യാത്ര ചെയ്യാം. ഒരു കുഴപ്പവുമില്ല, കാരണം വണ്ടികളൊക്കെ അതേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സെൻട്രൽ ട്രാക്കിലൂടെ യാത്ര ചെയ്യാൻ ഏറ്റവും സേഫ്റ്റി എന്ന് മാത്രമല്ല, ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ യാത്ര ഈ എല്ലാ വണ്ടികളും ഈ സെൻട്രൽ ട്രാക്കിലൂടെ പോവുക. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മൂന്നാമത്തെ ട്രാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റേബിളായിട്ട് യാത്ര ചെയ്യുന്ന ടൈമിൽ ഈ സെൻറ്ററത്തെ ട്രാക്ക് മാത്രം ഉപയോഗിക്കുക. ഒരു കാരണവശാലും ലെഫ്റ്റിക്കോ റൈറ്റിക്കോ പോവാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ റൂട്ടിലെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. ശ്രദ്ധിക്കാതെ ആൾക്കാർ പോകുമ്പോഴാണ് അപകടങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. നമുക്കിനി ഈ കാണുന്ന വാഗനറിനെ ഓവർടേക്ക് ചെയ്യണം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് മൂന്നാമത്തെ ട്രാക്കിലേക്ക് കയറി വാഗനറിനെ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് സെൻറ്ററത്തെ ട്രാക്കിലേക്ക് തന്നെ വന്നു. ഇനി നമ്മൾ ഇതിലൂടെ തന്നെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഈ സെൻറ്ററിലെ ട്രാക്കിലൂടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുക. നല്ല രസമാണ്. എന്താ ഇനി നമുക്ക് ഈ കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്യുക. അപ്പം നമ്മൾ കണ്ടെയ്നറിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക, റൈറ്റിക്ക് ഇൻഡിക്കേറ്റർ ഇടുക, മൂന്നാമത്തെ ട്രാക്കിലൂടെ ഓവർടേക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സെൻറ്ററത്തെ ട്രാക്കിലേക്ക് തന്നെ കയറുക. ഇതാണ് നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ യാത്ര. അപകടമൊന്നുമില്ലാതെ സുരക്ഷിതമായ യാത്രയാണിത്. നമ്മളിപ്പോൾ നമ്മുടെ ടോൾ പ്ലാസയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഈ ഫാസ്ടാഗിൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ടിൽ പൈസ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവർ സ്കാൻ ചെയ്യുന്ന ടൈമിൽ അതിൽ നിന്ന് തന്നെ പൈസ പോവും. നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അവരിത് സ്കാൻ ചെയ്ത് ഇപ്പോൾ ഇതിന് പൈസ പോയി. നമ്മൾ റോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ എക്സിറ്റിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മുടെ സർവീസ് റൂട്ടിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സർവീസ് റൂട്ടിലൂടെ തന്നെ യാത്ര ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ മുകളിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ റൂട്ടിലെ താഴെ കൂടെ പോകേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ആദ്യം തന്നെ കണ്ടുവച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.